എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. സാധാരണ രീതിയിൽ വെറുതെ മഴയും തണുപ്പൊക്കെ ആയിട്ട് വീട്ടിലിരുന്ന് പോണ്ടിയിരുന്നിരുന്നൊരു ഞായറാഴ്ച എങ്ങനെയാണ് നല്ല രസമുള്ളതായതെന്ന് നിങ്ങളോട് പറയാം. ഇന്നലെ വൈകുന്നേരം നമ്മളുടെ ഒരു ഫ്രണ്ട് ജസ്റ്റിൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആളുടെ കയ്യിൽ കുറച്ച് ഫ്രോസൺ വാഴയിൽ ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറ് തട്ടിക്കൂട്ടിയാലോ ഞായറാഴ്ച ഉച്ചക്കത്തേക്കെന്ന്. അങ്ങനെ ആൾ തന്നെ 3-4 ഫാമിലിയോടൊക്കെ ചോദിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് ഓരോ ഐറ്റം വീതം ഉണ്ടാക്കി നമുക്ക് പെട്ടെന്നൊരു ചെറിയ പൊതിച്ചോറ് സെറ്റപ്പ് ചെയ്യാമെന്ന് അങ്ങനെ തീരുമാനിച്ചു. നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് വലിയ വാഴയിലൊന്നും എപ്പോഴും കിട്ടത്തില്ല. കിട്ടുന്നത് തന്നെ ഇതുപോലെ ഫ്രോസൺ വാഴയിലകളാണ്, അതും ചൈനീസ് ഷോപ്പിൽ നിന്ന് ഇന്ത്യൻ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് രസമുള്ളൊരു പ്ലാനാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ അത് ചെയ്തു. ശനിയാഴ്ച വൈകുന്നേരം ഇട്ട പ്ലാനായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഉള്ളത് കൊണ്ട് എല്ലാവരും അവനവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചൊരു കുഞ്ഞ് സെറ്റപ്പ്. അങ്ങനെ നമ്മളിന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ചാണ് അത് ചെയ്തത്. എല്ലാവരും കൂടെ കൂടി ഒരു 5 ഫാമിലി ഉണ്ടായിരുന്നു, കുട്ടികളടക്കം ഒരു 15 പേര്. അങ്ങനെ നമ്മൾ ഇന്ന് രസമായിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെ സന്തോഷമായിട്ട് പൊതിച്ചോറുണ്ട് പിരിഞ്ഞു. അതെങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളടക്കം 15 പേർക്കുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. പിന്നെ എല്ലാവരും അവനവൻ്റെ കയ്യിലുണ്ടായിരുന്ന പപ്പടം കുറച്ച് ഇത് കണക്ക് മുറിച്ചിട്ട് കാച്ചിക്കൊണ്ട് വന്നു. പിന്നെ ഇതായിരുന്നു ആ വാഴയില. അത് നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ട് ക്ലീൻ ചെയ്യാണ്, തുണിയൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെ ഈ നിൽക്കുന്ന ആളാണ് ഈ പ്ലാൻ ഇട്ടത്, ജസ്റ്റിൻ. അങ്ങനെ നമ്മൾ എല്ലാം പൊതിച്ചോറ് കെട്ടാനുള്ള പ്ലാനിലാണ്. 12 മണിയായപ്പോഴേക്കും എല്ലാവരും വന്നു. എല്ലാവരും ഉണ്ടാക്കിയ ഐറ്റംസും ഉണ്ട്. ഒരാൾ നോക്കിയാൽ വെളിയിലിറങ്ങി നിൽക്കുകയാണ് ഫോട്ടോ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ബീൻസ് തോരനുണ്ട്, മുട്ട ഓംലെറ്റ് ഉണ്ട്, പിന്നെ ചമ്മന്തി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, അച്ചാർ, ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഭവങ്ങൾ. പിന്നെ അത് പൊതിച്ചോറ് കെട്ടി കുറച്ച് നേരം ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് എടുത്തു. എല്ലാവരും ചുറ്റിന് നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്ത് കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. 2 മണിക്കൂർ നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ചിരുന്നു. എല്ലാവരും അവനവൻ്റെ പേരിലുള്ള പൊതി എടുക്കുകയാണ് കഴിക്കാൻ തയ്യാറായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇരുന്നു നമ്മളുടെ പൊതിച്ചോറ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വലിയ വിഭവമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ചെറിയ രീതിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. നമ്മൾ 2 ട്രിപ്പായിട്ടായിരുന്നു കഴിച്ചത്. പക്ഷെ നല്ല സ്വാദുണ്ടായിരുന്നു, നല്ല ഹെവി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിരുന്ന് കുടിച്ച് എല്ലാവരും കൂടെ ചീട്ടുമൊക്കെ കളിച്ച് നമ്മളൊരു 5 മണിയായപ്പോഴേക്കും പിരിഞ്ഞു.